തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയം മാത്രമല്ല കേരളത്തിലെ പലയിടത്തും ബി.ജെ.പി നില മെച്ചപ്പെടുത്തി. അങ്ങനെ ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എൽ.ഡി.എഫിന്റെ ഒരു പൂർണ്ണ പരാജയവും യു.ഡി.എഫിന്റെ ഒരു കുതിപ്പും ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് സ്വാഭാവികമായിട്ട് നടന്നൊരു കാരണം യു.ഡി.എഫ് അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നില മെച്ചപ്പെടുത്തി യഥാർത്ഥ മെച്ചപ്പെടുത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തൂത്തടച്ചു പിടിച്ചു. ഞാനിപ്പോൾ ഇരിക്കുന്ന പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ്. ആ തെക്കേക്കര പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുത്തു. ഒറ്റയ്ക്കെന്ന് പറഞ്ഞത് ബി.ജെ.പി തന്നെ വേറെ ആരും കൂട്ടത്തിലില്ലല്ലോ, പിടിച്ചു കഴിഞ്ഞു. ഇവിടെ പൂഞ്ഞാർ മാത്രം കേട്ടോ, തമിഴ്നാട് പഞ്ചായത്തിൽ 5 മെമ്പർമാരുണ്ട് ബി.ജെ.പിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക്. അങ്ങനെ എല്ലാ മേഖലയിലും, അതായത് തീക്കുവ പഞ്ചായത്തിൽ 4 ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ബി.ജെ.പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മധ്യഭാഗം എല്ലാം കൂടെ മൊത്തമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ ഒരു ദുഃഖം, ബി.ജെ.പി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ചില വാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ മെമ്പർമാരുടെ പ്രവർത്തനത്തിന് എന്തോ അപാകത സംഭവിച്ചു എന്നുള്ള തോന്നലായിരിക്കാം. അത് പഠിക്കേണ്ടിയിരിക്കും. അത് പഠിക്കാതെ പറയാൻ പറ്റില്ല. ഏതായാലും കേരളത്തിൽ മൊത്തമായിട്ട് ബി.ജെ.പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എൽ.ഡി.എഫ്, യു.ഡി.എഫ് അല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തിരിക്കാത്ത ജനമല്ല ഇവിടെ ഉള്ളത്. അതിനൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ കാര്യം. ഞങ്ങളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനം എല്ലാ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ എൽ.ഡി.എഫ് വളരെ എന്താ പറയുക, ആത്മവിശ്വാസത്തിലായിരുന്നു. അതായത് തിരുവനന്തപുരം അവരെ കൈവിട്ട് പോകില്ല, അല്ലെങ്കിൽ ഒരൊറ്റ കോർപ്പറേഷനാണ് അവർക്ക് കിട്ടിയത്, മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വളരെ ആത്മവിശ്വാസമായിരുന്നു. ശബരിമല വിഷയം ഒന്നും തങ്ങളെ ബാധിക്കില്ല, അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ കൊണ്ടു നടന്നത്. ഇതൊക്കെ പിന്നെ മുഖ്യമന്ത്രി ഇന്ന് വരെ ചെയ്യാത്ത മാധ്യമങ്ങളെ കാണുന്നു, മണിക്കൂറുകളോളം സംവദിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു രീതിയിലുള്ള ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ മാത്രമേ ജയിക്കൂ എന്നുള്ള ഒരു ചിന്തയിൽ പോയതിന് കിട്ടിയ തിരിച്ചടിയാണ്. എന്താണ് എൽ.ഡി.എഫിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അതായത് മുഖ്യമന്ത്രി എന്ന വ്യക്തി ധാർഷ്ട്യ അഹങ്കാരമായിരുന്നത് എല്ലാവർക്കും അറിയാം. ദൈവവിശ്വാസത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ശബരിമലയിലേക്ക് തുണിയില്ലാത്ത പെണ്ണുങ്ങളെ പറഞ്ഞയച്ചത്. അത് കഴിഞ്ഞ് അയ്യപ്പനെ ദേഹമാണെന്ന് കാണിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് 7 കോടി രൂപ നഷ്ടപ്പെടുത്തിയത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അയ്യപ്പ സംഗമം നടത്താൻ പിണറായിക്ക് എന്താ കാര്യം? അയ്യപ്പന് ഇഷ്ടമില്ലാത്ത പിണറായിക്ക് എന്തിനാ അയ്യപ്പ സംഗമം നടത്തി? രാഷ്ട്രീയ കളിയാണ്. ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള എന്നാ വലിയ കൊള്ളയാ. ഇവിടുത്തെ സഹകരണ ബാങ്കിൽ മുഴുവൻ നശിപ്പിച്ചില്ല, വല്ലതും ഉണ്ടോ? എല്ലാം കൊള്ളയടിച്ച് തീർത്തില്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും കൊള്ള നടക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായ ഒരു സംഭവമല്ലേ അതിനെതിരായ ഒരു വികാരം. ആ വികാരപ്രകടനം വന്ന് ബി.ജെ.പിക്ക് കുറച്ചേരം നേട്ടം ഉണ്ടാക്കി. അതിലൊരു ഭാഗം കോൺഗ്രസിനും കിട്ടി എന്നതാണ് സത്യം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന നേട്ടത്തെപ്പറ്റി ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഒരു സംശയം വേണ്ട, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ വലിയ ഒരു മുന്നേറ്റം നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ നടത്തും. അത് കാണാൻ അവസരം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ യു.ഡി.എഫ് 4ഓളം കോർപ്പറേഷനുകൾ പിടിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ട വിഷയം അത് ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതായത് ഇത്തരം മോശം വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഗർഭ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ അത് കേൾക്കാനല്ല നിൽക്കുന്നത് എന്ന് അത്തരത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പെണ്ണ് കേസ്, ഇത്തരത്തിലുള്ള ഈ സ്ത്രീ പീഡന കേസുകൾ, ഇങ്ങനെയുള്ള ലൈംഗിക ആരോപണ കേസുകൾ, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന മുന്നണികൾക്ക് ജനം പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങൾ എന്തൊക്കെ ഇങ്ങനത്തെ സ്ത്രീ വിഷയങ്ങൾ കൊണ്ടുവന്നാലും? അതായത് രാഹുൽ മാങ്കൂട്ടമായ വൃത്തികെട്ടവൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. അവന് ഭീകരമായ ശിക്ഷയ്ക്ക് അർഹനാകേണ്ടവനാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ വേറൊരു കാര്യം, അവൻ തന്നെയാണ് കുറ്റക്കാരൻ. അവൻ തന്നെ ചെയ്താൽ പീഡനം നടക്കൂ? പെണ്ണുണ്ടല്ലോ, പെണ്ണ് എത്ര പ്രാവശ്യം പീഡിപ്പിക്കാൻ പോയി. അപ്പോ പെൺകുട്ടികളിലും തെറ്റുണ്ട്. പിന്നെ ഒരു സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മുടെ ഒരു സംസ്കാരം. അതുകൊണ്ട് ആ പെൺകുട്ടിയെ അനുകൂലമായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചീത്ത പറഞ്ഞു. ഒരു 2 പേരും കൂടാതെ കാര്യങ്ങൾ നടക്കാനില്ലോ. അവൻ വിളിച്ചോടനെ ഓടിച്ചെല്ലുന്ന ഈ പെണ്ണുങ്ങള്, അത് പെണ്ണുങ്ങൾക്ക് സമ്മതം ഉണ്ടായിട്ടില്ലേ? അത് പെണ്ണുങ്ങളുടെ കുറ്റം തന്നെയാണ്, അത് സംശയം വേണ്ട. പക്ഷേ അവനെപ്പോലെ ഒരു റാസ്കൽ ഇങ്ങനെ ജീവിക്കാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം.
അവനെ പറ്റി അതൊന്നും രാഷ്ട്രീയത്തിൽ പ്രവർത്തകരയ്ക്ക് വികാരമില്ല, ഉണ്ടായില്ല എന്നാണ് സത്യം. അത് കാരണം വലിയ കാര്യമില്ല എന്നൊരു തോന്നൽ മൊത്തമായിട്ടുണ്ടായി. അതാണ് സംഭവം. ഞാനും അഭിപ്രായക്കാരനാണ്. ഇങ്ങനെ കാര്യങ്ങളൊന്നും രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നത് ശരിയല്ല. അവനെ നിയമപരമായി ശിക്ഷിക്കാനോ നടപടി സ്വീകരിക്കാനോ അതില്ല വേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് BJP ഇനി ഉറ്റുനോക്കുന്നത്. BJPക്ക് മികച്ച വിജയമുണ്ടാകുമെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 15% വോട്ട് ഉണ്ടായിരുന്ന BJP ഇത്തവണ എന്തായാലും അത് ഉയർത്തും. അക്കാര്യത്തിൽ സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സീറ്റാണ് കേരളത്തിൽ BJP പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഔദാര്യം ഇല്ലാതെ ആരും ഭരിക്കില്ലാത്ത സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ വന്നാൽ എന്തെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ വന്നാൽ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന MLA-മാരുടെ എണ്ണവും LDF UDF രണ്ടുപേർക്കും ഭൂരിപക്ഷമില്ല. ഒന്നുകിൽ LDF UDF ഒന്നിച്ച് നിന്ന് ഭരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് സംബന്ധിച്ച് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം. അതല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിട്ട് EMS-ന്റെ കാലത്ത് KN ജോർജിനോട് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് EMS നിയമസഭ പിരിച്ചുവിട്ടതുപോലെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടക്കേണ്ടി വരും. അങ്ങനെ ഇലക്ഷൻ നടന്നാലും BJP വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുണ്ടാവട്ടെ. ഇല്ലെങ്കിൽ 2029 ഇലക്ഷൻ ഡിക്ലെയർ ആണ്. ആ 29 ഇലക്ഷന് താമര ചിഹ്നം കേരള മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഒരൊറ്റ കാര്യം കൂടി, ഈ പൂഞ്ഞാറിൽ ഇന്ന് മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. പലപ്പോഴും PC ജോർജിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നത് അടക്കം ഞാൻ കേട്ടതാണ്. പൂഞ്ഞാറിൽ PC ജോർജിന്റെ വലിയൊരു സ്വാധീനം അത് BJPക്ക് വലിയ കരുത്തായി മാറി. PC ജോർജിന്റെ സ്വാധീനമാണ് പൂഞ്ഞാറിലെ പല സ്ഥലങ്ങളിലും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും BJPയിൽ താങ്കൾ വന്നതിന് ശേഷം താങ്കൾ താമസിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ മണ്ഡലങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു. അത്തരം ഒരു കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ആളുകൾ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാനത് പറഞ്ഞത്, ഞാൻ ഓടുന്നത് പോലെ മറ്റുള്ള എല്ലാവരും ഓടുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ വളരെ താഴെ തട്ടിലേക്ക് വാർഡ് ലെവലിലേക്ക് ഞാൻ പോകും. അങ്ങനെ എന്റെ സ്വഭാവം. അങ്ങനെ ഒരു സംശയമുള്ള പൂഞ്ഞാർ പിടിക്കാൻ തന്നെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ. അപ്പൊ ആത്മാർത്ഥമായി നമ്മളെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്താൽ നിയമസഭയിലേക്കുള്ള വിജയം ഉറപ്പാക്കാൻ കഴിയും. വാർഡ് പിടിക്കാൻ പറ്റും. ബൂത്ത് കമ്മിറ്റി ശക്തിപ്പെടുത്തണം. അങ്ങനെ പോകാൻ കഴിയും. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു അപാകത. ആ അപാകത മാറ്റാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സംശയം വേണ്ട. വളരെ നന്ദി.